Hello dear students. The next important topic from 6th module is Kruskals algorithm or the algorithm for finding minimum spanning tree. Okay, so minimum spanning tree means if you have a graph G and each and every edges of the corresponding graph is associated with a weight value. Weight value means a real value, real positive value, and we can say that the graph is a weighted graph. Okay, and if we construct a spanning tree from that weighted graph, and the weight of the spanning tree T of the graph G is the sum of the weights of all branches, that is edges in the spanning tree. ഓക്കെ, സോ നമുക്കൊരു ഗ്രാഫിനെ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിൻ്റെ എല്ലാ എഡ്ജസിനും അസോസിയേറ്റ് ചെയ്ത് ഒരു വെയ്റ്റ് വാല്യൂ കാണും. വെയ്റ്റ് വാല്യൂ മീൻസ് ജസ്റ്റ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആ സ്പാനിങ് ട്രീയിലെ എഡ്ജസ്, ദാറ്റ് മീൻസ് ബ്രാഞ്ചസിലുള്ള എല്ലാ എഡ്ജസിൻ്റെ കൂടെയും എന്ത് കാണും? ഒരു വെയ്റ്റ് അസോസിയേറ്റഡ് ആയിട്ട് കാണും. സോ സ്പാനിങ് ട്രീയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസ്, ദാറ്റ് മീൻസ് ബ്രാഞ്ചസിൻ്റെ വെയ്റ്റിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്ര സ്പാനിങ് ട്രീ വേണമെങ്കിലും കൺസ്ട്രക്റ്റ് ചെയ്യാം. അതിന് ബേസ് ചെയ്ത് ഓരോ സ്പാനിങ് ട്രീൻ്റെയും വെയ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞു ഒരു ഗ്രാഫിൽ നിന്ന് വി ക്യാൻ ക്രിയേറ്റ് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസിൽ ഡിഫറെൻറ്റ് വെയ്റ്റ്സിൽ ഏത് സ്പാനിങ് ട്രീക്കാണോ ഏറ്റവും മിനിമം വെയ്റ്റ് ഉള്ളത് ആ സ്പാനിങ് ട്രീനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് സ്പാനിങ് ട്രീ ഓർ മിനിമൽ സ്പാനിങ് ട്രീ ഓർ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നാൽ ഈ മിനിമം സ്പാനിങ് ട്രീ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം അതിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ക്രസ്കൽസ് അൽഗോരിതം. ആൻഡ് ക്രസ്കൽ is the man behind the algorithm. Okay, so if a graph G is a weighted graph, that is if there is a real value number associated with each edge of G, then the weight of a spanning tree T of the graph is defined as the sum of the weight of all the branches, that is the edges in T. In general, we can say that the different spanning tree of a G will have different weights. A spanning tree with the smallest weight in a weighted graph is called a shortest spanning tree or minimal spanning tree or minimum spanning tree. And one of the algorithms suggested by Kruskal to find the minimum spanning tree is named as Kruskals algorithm. Okay, അപ്പോൾ Kruskals algorithm means it's very simple algorithm. അതിൽ നമ്മൾ ചെയ്യുന്നത് first we have to list all the edges of the graph G in the order of increasing weights. നമ്മൾ ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസിൻ്റെയും ഇൻക്രീസിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് എഡ്ജിനായിരിക്കും ഏറ്റവും മിനിമം ആയിട്ടുള്ള വെയ്റ്റ് ഉള്ളത്. ദെൻ സെക്കൻഡ് എഡ്ജിനായിരിക്കും ഒന്നെങ്കിൽ ഈക്വൽ വെയ്റ്റ് ആയിരിക്കും വിത്ത് ഫസ്റ്റ് എഡ്ജ്, അല്ലെങ്കിൽ ഫസ്റ്റ് എഡ്ജിനെക്കാട്ടി കുറച്ചും കൂടി വെയിറ്റ് കൂടുതലായിരിക്കും. ദെൻ ആ ലിസ്റ്റിലുള്ള ലാസ്റ്റ് എഡ്ജിനായിരിക്കും ഏറ്റവും മാക്സിമം വെയിറ്റ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിനെ ബേസ് ചെയ്തിട്ട് എഡ്ജസിനെല്ലാം ലിസ്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് ഓഫ് ദ എഡ്ജ്, ദാറ്റ് മീൻസ് എഡ്ജ് ഹാവിങ് ഏറ്റവും മിനിമം മിനിമം വെയ്റ്റ്, വി ഹാവ് ടു സെലക്ട് ദാറ്റ് എഡ്ജ്. Okay, third step is then for each successive steps select, that is from the remaining edges, another smallest edge that makes no circuit with the previously selected edge. അതായത് നമ്മൾ ഫസ്റ്റ് എഡ്ജസിനെല്ലാം ലിസ്റ്റ് ചെയ്യുക ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ വെയ്റ്റ്സ്. ദെൻ ആ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ എഡ്ജിനെ സെലക്ട് ചെയ്യുക, ദെൻ രണ്ടാമത്തെ എഡ്ജിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ എഡ്ജും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് ആ എഡ്ജ് നമ്മൾ ജോയിൻ ചെയ്തുള്ളൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ആ എഡ്ജ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ എഡ്ജസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിവേ ഇഫ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഈസ് n, ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ദ സ്പാനിങ് ട്രീ ഷുഡ് ബി n-1. ഓക്കെ, അപ്പോൾ എത്ര വേർട്ടിസസ് ആണുള്ളതോ ദാറ്റ് n-1 എഡ്ജസ് ആയിരിക്കും ആ സ്പാനിങ് ട്രീയിലുള്ളത്. അപ്പം നമുക്ക് എത്ര എഡ്ജസ് ഉണ്ടോ വി ഹാവ് ടു കണ്ടിന്യൂ അൺടിൽ n-1 എഡ്ജസ് ഹാവ് ബീൻ സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് n വെർട്ടിസസ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ആകുന്നത് വരെ നമ്മളിങ്ങനെ ഓരോ എഡ്ജസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. n-1 എഡ്ജസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എഡ്ജസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ എഡ്ജ് ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർക്യൂട്ട് ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എഡ്ജസ് ആണ് ലിസ്റ്റ് ചെയ്യുക, അതിൽ ഓരോ എഡ്ജസ് എടുക്കുക, സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാത്ത എഡ്ജസിനെ മാത്രം നമ്മൾ ആഡ് ചെയ്ത് പോവുക. n-1 എഡ്ജസ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
and these edges will constitute this desired shortest spanning tree. Okay, so the Kruskals algorithm can be accomplished with the algorithm that we discussed earlier to find spanning tree just by sorting the edges in increasing order of their weights before represent them by F and H algorithm. F and H arrays. അതായത് നമുക്ക് അൽഗോരിതം ടു ഫൈൻഡ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞൊരു അൽഗോരിതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ അൽഗോരിതത്തിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ലീനിയർ എഡ്ജസിനെ ബേസ് ചെയ്തിട്ട് ലീനിയർ അറേ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ അൽഗോരിതം തന്നെ നമുക്ക് മിനിമം സ്പാനിങ് ട്രീക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ലീനിയർ അറേസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അൽഗോരിതം ടു ഫൈൻഡ് ജസ്റ്റ് സ്പാനിങ് ട്രീ മാത്രമാണെങ്കിൽ എഡ്ജസ് ഏതെങ്കിലും മോഡലിൽ എടുത്തിട്ട് നമ്മൾ അതിനെ ലീനിയർ അറേ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഇവിടെ ഏതെങ്കിലും ഓർഡറിൽ എടുത്താൽ പോരാ, ഫസ്റ്റ് നമ്മൾ എഡ്ജസിനെ സോർട്ട് ചെയ്യണം ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ വെയ്റ്റ്സ്. അതിനുശേഷം മാത്രമേ ലീനിയർ അറേസ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇൻ കേസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കസ്ഡ് അൽഗോരിതം യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ മിനിമം സ്പാനിങ് ട്രീ ഓർ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ സ്പാനിങ് ട്രീയുടെ അതേ ഫ്ലോ ചാർട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സോർട്ടഡ് ദ എഡ്ജസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എഡ്ജസ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ വെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ. ദിസ് ഈസ് എ ഗ്രാഫ്. സോ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 edges. Consist of edges, 1 2 3 4 5. Okay, ഇപ്പോൾ 5 edges ആവുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് വിൽ ബി 4. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള എഡ്ജസിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വെയ്റ്റ്സിൻ്റെ ബേസിസിൽ ഓർഡർ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദ വെയ്റ്റ്സ് ആർ 2 and 3. സോ first we can write AE weight 2, then BE that also weight 2, then EC weight 2, AB BC DC weights are 3. okay, so നമ്മൾ വെയ്റ്റ്സ് അനുസരിച്ച് അറേഞ്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് ഈ എഡ്ജസിനെ നമുക്ക് ആഡ് ചെയ്യാം ടു സ്പാനിങ് ട്രീ. സോ ദ ഫസ്റ്റ് വൺ ഈസ് AE ആഡ് ചെയ്തു, അതായത് നമ്മൾ ആ വേർട്ടിസസിനെ അതേപോലെ തന്നെ വരയ്ക്കുക. നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ബി നമുക്ക് ആഡ് ചെയ്യാം. ഓരോ തവണ എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ഇഫ് എ സർക്യൂട്ട് ഈസ് കൺസ്ട്രക്റ്റഡ് ദാറ്റ് എഡ്ജ് ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് EC. സോ A ആഡ് ചെയ്തു, B ആഡ് ചെയ്തു, നെക്സ്റ്റ് ഈസ് EC ആഡ് ചെയ്തു. ദെൻ ഫോർത്ത് വൺ ഈസ് AB എന്ന് പറഞ്ഞൊരു എഡ്ജ് നമ്മൾ ഇവിടോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ സർക്യൂട്ട്. സോ AB എഡ്ജിന് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് BC എഡ്ജ് ആഡ് ചെയ്താലും ഇറ്റ് വിൽ ക്രിയേറ്റ് എ സർക്യൂട്ട്. സോ ദാറ്റ് എഡ്ജ് BC ഓൾസോ ഷുഡ് ബി അവോയ്ഡഡ്. ദെൻ നെക്സ്റ്റ് എഡ്ജ് ഈസ് DC. ഓക്കെ, സോ എല്ലാ എഡ്ജസ് നമ്മൾ സെലക്ട് ചെയ്തു. 1 2 3 4 ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് 5 ആയിരുന്നു. 4 എഡ്ജസ് നമ്മൾ ആഡ് ചെയ്തു. ഇതാണ് മിനിമം സ്പാനിങ് ട്രീ. ഈ മിനിമം കൺസ്ട്രക്ട് ചെയ്ത സ്പാനിങ് ട്രീയുടെ ഓരോ എഡ്ജസിൻ്റെയും കോസ്റ്റ് എന്താണോ അതാണ് സം ഓഫ് ദ വെയ്റ്റ്സ്. സോ ഹിയർ സം ഓഫ് ദ വെയ്റ്റ്സ് വിൽ ബി 2 plus 2 plus 2 plus 3, that is 9. Okay, so here 9 is the weight of the spanning tree, minimum spanning tree. Then another example, here it consists of 11 edges. നമ്മൾ ആ എഡ്ജസിനെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വെയ്റ്റ്സിൻ്റെ ബേസിസിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് AB. 1 ഉള്ള 2 പേരുണ്ട്, AB and DF. നെക്സ്റ്റ് 2 ഉള്ള CD and BF CD. ദെൻ 3 ഉള്ള BC DE. 4 ഉള്ള BD CE. ദെൻ EF 5, AC 6, CE 7. സോ 11 എഡ്ജസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ദെൻ
ഫസ്റ്റ് എ ബി ആഡ് ചെയ്തു, ദെൻ ഡി എഫ് ആഡ് ചെയ്തു, ദെൻ എ ബി ആഡ് ചെയ്തു, ഡി എഫ് ആഡ് ചെയ്തു, നെക്സ്റ്റ് ബി എഫ് എഡ്ജാണ് ബി എഫ്. ഓക്കെ, ബി എഫ് ആഡ് ചെയ്തു, നെക്സ്റ്റ് സി ഡി ആഡ് ചെയ്തു, നെക്സ്റ്റ് ബി സി. ഓക്കെ, ഇപ്പോൾ ബി സി ആഡ് ചെയ്താൽ അവിടെ എന്താവും, സർക്യൂട്ട് ആവും. സോ ബി സി ആഡ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഡി ഇ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടസസ് 6 ആണ്. സോ നമ്പർ ഓഫ് എഡ്ജസ് 5 മതി. അപ്പോൾ ഡി ആഡ് ചെയ്തപ്പോൾ തന്നെ വി ഗോട്ട് 1 2 3 4 5 എഡ്ജസ് ആയി. സോ വി ക്യാൻ സ്റ്റോപ്പ്. നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. 5 എഡ്ജസ് മതി സ്പാനിങ് ട്രീ. ഇനി ബാക്കിയുള്ള എഡ്ജസ് എടുത്താലും ബി ഡി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്യൂട്ടാവും. സി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്യൂട്ടാവും. ദെൻ ഇ എഫ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്യൂട്ടാവും. ദെൻ എ സി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്യൂട്ടാവും. ദെൻ സി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇ എഫ്, ലാസ്റ്റ് വൺ ഈസ് സി എഫ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. ഓക്കെ, സോ here this is the minimum spanning tree. This one is the minimum spanning and the cost will be 1 plus 1 2 plus 2 3 plus 3 1 plus 1 plus 2 plus 2 plus 3, that is 9. ഇതാണ് minimum spanning tree. Okay, but just to minimum spanning tree constructed, first we have to list all the edges in the increasing order of the weights. Then we have to take each edge at each step. And if the number of vertices is 5, we need to construct only n-1 edges, and when we reach the n-1 edges we can stop the process. ഓക്കെ, ഈ സ്റ്റോപ്പ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് എഡ്ജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എഡ്ജസ് ആഡ് ചെയ്യുക, നോ സർക്യൂട്ട് ഈസ് കൺസ്ട്രക്റ്റഡ് എന്നുള്ള കേസ് വരുന്ന വരെ. ഓക്കെ, സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഡ്ജിനെ ആഡ് ചെയ്യാൻ പാടില്ല. ഫൈനലി n-1 എഡ്ജസിൻ്റെ കോസ്റ്റ് നമ്മൾ സമപ്പ് ചെയ്ത് അതായിരിക്കും ആ വെയിറ്റ് ഓഫ് ദ സ്പാനിങ് ട്രീ, ആൻഡ് ദാറ്റ് വിൽ ബി ദ മിനിമം വാല്യൂ. ഓക്കെ, so this is all about algorithm to find the minimum spanning tree and Kruskals algorithm. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് Kruskals algorithm. Okay, hope all of you understand. Thank you.